നമസ്കാരം, ജനക ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ടൊവിനോ തോമസിനെ നായകനാക്കി സംവിധായകരായ അഖിൽ പോൾ, അനസ് ഖാൻ ഒരുക്കുന്ന ചിത്രമാണ് ഐഡന്റിറ്റി. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ഇതിനോടകം തന്നെ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകരിൽ ഉയർത്തിയിരിക്കുന്നത്. ചിത്രം ജനുവരി 2-നാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുക. ഇപ്പോഴിതാ പ്രമുഖ സിനിമാ വെബ്സൈറ്റായ IMDbയുടെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഐഡന്റിറ്റി. രാഗം മൂവീസിന്റെ ബാനറിൽ രാജു മല്യത്തും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയ് CJയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാം ചരണിനെ നായകനാക്കി ശങ്കർ ഒരുക്കുന്ന ബ്രഹ്മാണ്ഡ സിനിമയായ ഗെയിം ചേഞ്ചറിനെയും മറികടന്നാണ് ഐഡന്റിറ്റി ആദ്യ സ്ഥാനം നേടിയിരിക്കുന്നത്. നിലവിൽ 2-ാം സ്ഥാനത്താണ് ഗെയിം ചേഞ്ചർ ഉള്ളത്. ആസിഫ് അലിയുടെ സിനിമയായ രേഖാചിത്രവും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 6-ാം സ്ഥാനത്താണ് രേഖാചിത്രമുള്ളത്. അജിത് നായകനാകുന്ന വിടാമുയർച്ചി, നന്ദമൂരി ബാലകൃഷ്ണ പ്രധാന വേഷത്തിലെത്തുന്ന ഡാക്കു മഹാരാജ് എന്നീ സിനിമകളാണ് ലിസ്റ്റിൽ ഇടം പിടിച്ച തമിഴ് തെലുങ്ക് ചിത്രങ്ങൾ. ബോളിവുഡ് ഇൻഡസ്ട്രിയോട് തനിക്കിപ്പോൾ വെറുപ്പാണെന്നാണ് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് പറയുന്നത്. മുംബൈ ജീവിതം മടുത്തുവെന്നും ഇനി ദക്ഷിണേന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അനുരാഗ് കശ്യപ്. ഇവിടെ പരീക്ഷണം നടത്താൻ ബുദ്ധിമുട്ടാണെന്നും ചെലവും നിർമ്മാതാക്കൾക്കുണ്ടാകുന്ന ലാഭത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതെങ്ങനെ വിൽക്കാം എന്നതിനെ കുറിച്ചാണ് ആദ്യം ഇവിടെ നിർമ്മാതാക്കൾ ചിന്തിക്കുന്നത്. സിനിമ നിർമ്മിക്കുന്നതിന്റെ സന്തോഷം തന്നെ അതുകൊണ്ട് പോകുന്നുവെന്നാണ് അദ്ദേഹം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 4-ാം മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള പ്രവേശനമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. നിലവിൽ പരമ്പര 2-1 ഓസ്ട്രേലിയയാണ് മുന്നിൽ നിൽക്കുന്നത്. നേരത്തെ ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സീറ്റ് ഉറപ്പിച്ചിരുന്നു. ഫൈനലിലെ 2ാമത്തെ ടീമാകാൻ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് കൊമ്പുകോർക്കൽ. മെൽബൺ ടെസ്റ്റ് ജയിച്ചിരുന്നെങ്കിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കലാശപ്പോരിലേക്കുള്ള ഇന്ത്യൻ സാധ്യതകൾക്ക് ആക്കം കൂട്ടിയേനെ. അശ്രദ്ധയും അലസതയും അക്ഷമയും ഒന്നിച്ചു നിന്നതോടെയാണ് മെൽബണിൽ ഇന്ത്യ ചെറുത്തു നിൽക്കാതെ കീഴടങ്ങിയത്. ഉറച്ച സമനില സാധ്യതയും ആഞ്ഞു ശ്രമിച്ചാൽ വിജയ സാധ്യതയും ഉണ്ടായിരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 4-ാം ടെസ്റ്റ് അലക്ഷ്യമായ ബാറ്റിംഗിലൂടെ ടീം ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുന്നിൽ അടിയറ വയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2024-ൽ വിവിധ ടീമുകൾക്കായി മികച്ച പ്രകടനം നടത്തിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ഓഫ് ദ ഇയറിനെ തെരഞ്ഞെടുത്ത് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ടീമിന്റെ നായകനായി ഇന്ത്യൻ പേസറെ തെരഞ്ഞെടുത്തു. യശസ്വി ജയ്സ്വാൾ ആണ് ടീമിൽ ഉൾപ്പെട്ട മറ്റൊരു ഇന്ത്യൻ താരം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സീനിയർ താരം വിരാട് കോഹ്ലി, വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് എന്നിവർക്ക് ടീമിൽ ഇടമില്ല. ഇന്ത്യ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ശ്രീലങ്ക, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക ടീമുകളിൽ നിന്നുള്ള താരങ്ങളാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ടീം ഓഫ് ദ ഇയറിൽ ഇടം നേടിയത്. ഇതിൽ ഏറ്റവും അധികം താരങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നുമാണ്. 3 പേർ ഇന്ത്യയിൽ നിന്നും ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ടീമുകളിൽ നിന്നും 2 വീതം താരങ്ങളാണ് ടീമിലെത്തിയത്. ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക ടീമുകളിൽ നിന്ന് ഓരോരുത്തരും 11ന്റെ ഭാഗമായിരുന്നു. സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനക ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി.